റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽആഖിബത്തു ലിൽമുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി 16, റജബ് 26, 2026. ഏതാനും സമയങ്ങൾ കഴിഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട മിഅ്റാജിൻ്റെ രാവ് നമ്മളിലേക്ക് ആഗതമാകാൻ പോവുകയാണ്. ഒരുപാട് അത്ഭുത സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച രാവാണല്ലോ മിഅ്റാജ് രാവ്. എന്താണ് ഇസ്രാ മിഅ്റാജ്? മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് 1400 കിലോമീറ്റർ അപ്പുറത്തിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര പോയതിന് ഇസ്രാ എന്നും, അത് കഴിഞ്ഞ് 7 ആകാശവും അതിൻ്റെ അപ്പുറം അല്ലാഹു ഉദ്ദേശിച്ച മറ്റു സ്ഥലങ്ങളിലേക്ക് നബി തങ്ങളെ കൊണ്ടുപോയതിന് മിഅ്റാജ് എന്നും പറയുന്നു. ഇസ്രാ നിഷേധിച്ചവൻ കാഫിറാണെന്നും മിഅ്റാജ് നിഷേധിച്ചവൻ ഫാസിഖാണെന്നും ചില ഇമാമിങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹവലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രിയിൽ ചുരുങ്ങിയ സമയങ്ങളെ കൊണ്ട് ദിശാപ്രയാണം നടത്തിയ റബ്ബ് പരിശുദ്ധനാണ്. അവിടെ ലൈലൻ എന്നൊരു വാക്ക് കാണാം. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ, വെറും ചുരുങ്ങിയ 3 മണിക്കൂർ കൊണ്ടാണ് ഈ അത്ഭുതങ്ങളൊക്കെയും കാണിച്ചു കൊടുത്തതും കൊണ്ടുപോയതും തിരിച്ച് വന്നതുമെന്ന് ചില ഇമാമിങ്ങൾ അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട്. ഏതായാലും മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കാണല്ലോ പോയത്. ബൈത്തുൽ മുഖദ്ദസ് ബിംബാരാധനം നടക്കാത്തത് കൊണ്ടാണ് ആ പള്ളിയിൽ ബൈത്തുൽ മുഖദ്ദസ് എന്ന പരിശുദ്ധമാക്കപ്പെട്ട പള്ളി എന്ന് പേര് വരാനുള്ള കാരണമെന്ന് ചില ഇമാമിങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും എന്തിനാണ് ഇങ്ങനെ ഈ ഇസ്റാ മിഅ്റാജ് സംഭവിക്കാനുള്ള കാരണം എന്താണ്? വല്ലാഹി ലൻ യസ്ലു ഇലൈക ബിജംഇഹിം ഹത്താ വസദ ഫി തുറാബി ദഫീനാ فاصدع بأمرك ما عليك غضالة وبشر بذاك وقر منه عيونا ودعوتني وزعمت أنك ناصح ولقد صدقت وكنت ثم أمينا. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളർത്തിയിരുന്നത് അബൂ ത്വാലിബായിരുന്നല്ലോ. അബൂ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി 3 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട ഖദീജ ബീവി താങ്ങും തണലുമായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി വഫാത്താവുകയാണ്. അതിൻ്റെ ശേഷം വളരെ അധികം പ്രയാസത്തിനും വിഷമത്തിലുമായി കഴിയുന്ന സമയത്താണ് തൻ്റെ ഹബീബിനെ തോന്നിയത് ത്വാഫിലേക്ക് പോകാൻ. ത്വായിഫിൽ തൻ്റെ കുടുംബമുണ്ടല്ലോ, അവിടെയുള്ള ആളുകൾ എന്നെ സ്വീകരിക്കുമല്ലോ എന്നുള്ള നിലക്ക് ത്വായിഫിലേക്ക് പോവുകയാണ്. ത്വായിഫിലുള്ള ആളുകൾ അവിടെ നിന്ന് കല്ലെറിഞ്ഞ് ആട്ടി പറഞ്ഞേച്ച സമയത്ത് വളരെ വിഷമത്തോടെ തകർന്നു പോയ ഹബീബിനെ സന്തോഷിപ്പിക്കാനാണ് ഇസ്റാ മിഅ്റാജുമുണ്ടായത്. ഇസ്റാ മിഅ്റാജ് അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? മഹാനായ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സഹോദരിയായ ഫാഖിത ഉമ്മുഹാനീൻ്റെ വീട്ടിലായിരുന്നു ഹബീബ് തങ്ങൾ ഉറങ്ങിയിരുന്നത്. എന്നുവെച്ചാൽ ബൈനൻ നൗമി വൽ യഖ്ള, ഉറക്കിൻ്റെയും ഉണർവിൻ്റെയും ഇടയിൽ ഉണ്ടായ സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ് ഹബീബ് തങ്ങളെ ബുറാക്കിൽ കയറ്റാൻ വേണ്ടിയിട്ട്. അത് നുബുവത്തിൻ്റെ ശേഷം 10 വർഷം 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. ഹിജ്റയുടെ 1 വർഷം മുമ്പാണ് ഈ സംഭവം നടന്നത്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ അവിടുത്തെ കൂടെ മീകായിൽ അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഇസ്രാഫിൽ അലൈഹിസ്സലാം, മഅഹും 70 മലായിക, വേറെ 70ഓളം മലക്കുകൾ കൂടെ ഉണ്ടായിരുന്നു എന്നും ചില കിതാബിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് വിളിച്ചു വരുത്തി. ഫശഖ സദ്റഹു, ഹബീബ് തങ്ങളെ നെഞ്ചകം കീറി പുലർത്തി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ 4 വട്ടമാണ് നെഞ്ചകം കീറി പുലർത്തിയിട്ടുള്ളത്. ഒന്ന് ഐന്ദ ബുഅഇ സനതൈനി വ ഷഹറൈനി, 2 വർഷവും 2 മാസവും പ്രായമായ സമയത്ത് ഹലീമ ബീവിയുടെ കൂടെ താമസിക്കുന്ന സമയത്തായിരുന്നു ഹബീബ് തങ്ങൾ ആദ്യമായി നെഞ്ചകം കീറി പുലർത്തിയിട്ടുള്ളത്. രണ്ടാമത്തത് ഇന്ദിസ്തിക്മാലി 10 സിനീന, 10 വയസ്സായപ്പോൾ. 3-ാം തവണ കീറി പുലർത്തിയിട്ടുള്ളത് ഇന്ദ മജീഇൽ വഹയി ഫി ഗാരി ഹിറായിൽ വെച്ചിട്ട്, മക്കയുടെ വടക്ക് ഭാഗത്ത് 3 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഗുഹയായിരുന്നു, ഒരു മലമുകളിലുള്ള ഒരു ഗുഹയായിരുന്നു ഗാർ ഹിറാ. അവിടെ
ഇഖ്റാ ബിസ്മി റബ്ബിക്കൽ ലദീ എന്നുള്ള സൂറത്ത് ആയത്ത് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് മൂന്നാമത്തെ തവണ ഹബീബ് തങ്ങളുടെ നെഞ്ചകം ജിബ്രീൽ അലൈഹിസ്സലാം കീറി പുലർത്തിയിട്ടുള്ളത്. നാലാമത്തെ തവണ ഇൻദൽ ഇസ്രാ മിഅ്റാജിൻ്റെ സമയം, ഇസ്രാഇൻ്റെ സമയം അള്ളാഹിൻ്റെ ഹബീബിൻ്റെ നെഞ്ചകം കീറി പുലർത്തിയിട്ടുണ്ട്. അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ ഹാഷിയത്തുൽ ഹംസി എന്ന കിതാബിൽ ഈ വിഷയം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കീറി പുലർത്തി എന്നതിൻ്റെ ഉദ്ദേശം ബി ഇഷാറത്ത് ജിബ്രീൽ ഇസ്ലാം ഇഷാറത്ത് ചെയ്യൽ കൊണ്ടാണ് കീറി പുലർത്തിയിട്ടുള്ളത്, അല്ലാതെ ആയുധം കൊണ്ടല്ല. വല ദമ വല അനമ, രക്തമോ വേദനമോ ഉണ്ടായിട്ടില്ല. ബൽ അസറുൻ, അവിടെ ചെറിയൊരു അടയാളം മാത്രം ഉണ്ടായിരുന്നു കീറി പുലർത്തിയത്. മാത്രമല്ല ഫഗസലഹു ബിമാഇ സംസമ, ആ ഭാഗം സംസം വെള്ളം കൊണ്ട് കഴുകി ജിബ്രീൽ ഇസ്ലാം കൂട്ടി. അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട ജിബ്രീൽ ഇസ്ലാം ബുറാക്കിൽ കയറ്റി. ബുറാക്ക് എന്നുള്ളത് ഒരു അത്ഭുത മൃഗമാണ്, സ്വർഗത്തിൽ നിന്നുള്ള അത്ഭുത മൃഗമാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ദാബത്തുൻ തവീൽ, നീളമുള്ള ഒരു മൃഗമാണ്. അബിയദുൻ, വെളുത്ത മൃഗമാണ്. ഫൗഖൽ ഹിമാരി വദൂനുൽ ബഗൽ, കോവർ കൈതയുടെ താഴെ, കൈതയേക്കാൾ ഒരല്പം മേലെയുള്ള ഒരു മൃഗമാണ്. ലൈസ ദക്കറ വൽ ഉൻത, അത് ആണോ പെണ്ണോ അല്ല. മിൻ ദാമ്പത്തിൽ ജന്ന, അത് സ്വർഗത്തിൻ്റെ മൃഗമായിരുന്നു. ആ മൃഗത്തിൻ്റെ മുകളിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം കയറ്റുകയാണ് ബുറാക്കിൻ്റെ മുകളിൽ ഹബീബ് തങ്ങളെ. ഒഫി ഫഖദൈഹി ജനാഹൈനി, അതിൻ്റെ രണ്ട് തുടയിൽ രണ്ട് ചിറകുകളുണ്ടായിരുന്നത്ര. ആ രണ്ട് ചിറകുള്ള ആ ബുറാക്കിൽ ഹബീബ് തങ്ങളെ കയറ്റി അത് മസ്ജിദിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര പോവുകയാണ്. ഇതിനാണ് ഇസ്രാ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് മിഅ്റാജിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.